നിതിൻ, ഇവിടെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക, ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കുക എന്നുള്ളത് വളരെ കടുപ്പമുള്ള കാര്യമാണ്. അതിൽ ശിക്ഷ ലഭിക്കുന്നത് വളരെ റെയറായിട്ടാണ്. പല സംഭവങ്ങളിലും ശിക്ഷ ലഭിക്കാതെ പോയിട്ടുമുണ്ട്. അപ്പം ഈ വിഷയത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. പ്രോസിക്യൂഷന് പക്ഷേ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തന്നെ ഈ നേരത്തെ തന്നെ ഈ അഭിഭാഷകർ അല്ലെങ്കിൽ നടിയുടെ അഭിഭാഷകർ അല്ലെങ്കിൽ പ്രോസിക്യൂഷനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഈ ഗൂഢാലോചന തെളിയിക്കുക എന്നത് ഒരു കേസിനെ സംബന്ധിച്ച് ഏത് കേസായാലും ഗൂഢാലോചന തെളിയിക്കുക അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ എല്ലാ തെളിവുകളും ഹാജരാക്കിയാലല്ല, എല്ലാ തെളിവുകളും കോടതിക്ക് മുൻപിൽ എത്തിക്കാൻ സാധിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ ഗൂഢാലോചന തെളിയിക്കാനാവുക. ഈ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും പറ്റുമെന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു. ഏതായാലും ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ കഴിഞ്ഞില്ല. ഈ തെളിവുകൾ ഹാജരാക്കാൻ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഈ പൾസർ സുനിക്ക് ദിലീപുമായി ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ വാദങ്ങൾ തെളിയിക്കാൻ കോടതിയിൽ കഴിഞ്ഞില്ല. പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ദിലീപിന് പൾസർ സുനിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ്. അതിനുവേണ്ടി പല രേഖകളും ഈ പൾസർ സുനിയുടെ ഫോൺ രേഖകളും ദിലീപിന്റെ ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ഥിരമായി പൾസർ സുനി വന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമയിൽ പൾസർ സുനി വന്നിരുന്ന ഒരു സെൽഫി ഉണ്ട്. ഒപ്പം തന്നെ ഈ അപ്പുണ്ണിയുടെ ഡ്രൈവറായി പല സമയത്തും പൾസർ സുനി ജോലി ചെയ്തിരുന്നുവെന്നും ഈ പൾസർ സുനി അങ്ങനെ ദിലീപിന്റെ വിവിധ സെറ്റുകളിൽ എത്തിയിരുന്നുവെന്നും ഒപ്പം തന്നെ ഈ പൾസർ സുനിയുടെ അമ്മയുടെ മൊഴിയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതായത് പൾസർ സുനിക്കൊപ്പം ദിലീപിന്റെ വീട്ടിൽ താൻ പോയിട്ടുണ്ടെന്നും പൾസർ സുനി വളരെ അധികാരത്തോടെ ദിലീപിന്റെ വീട്ടിനകത്തേക്ക് കയറി പോകുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒപ്പം തന്നെ ഈ ദിലീപിന് അയച്ച കത്തും ഈ സാക്ഷികളുടെ ഈ പൾസർ സുനിക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന സാക്ഷികളുടെ മൊഴികളും ഒക്കെ തന്നെ അവരുടെ വെളിപ്പെടുത്തലുകളും ഒക്കെ തന്നെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു. പക്ഷെ അപ്പോഴും കോടതിയിൽ ഈ ഗൂഢാലോചന തെളിയുന്നില്ല. ദിലീപാണ് ഇത്തരത്തിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ഗൂഢാലോചന കൊടുത്തത് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തത് എന്ന കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ കഴിഞ്ഞില്ല. അത്തരം തെളിവുകൾ കോടതിക്ക് സ്വീകരിക്കാനായില്ല. അല്ലെങ്കിൽ കോടതി അത്തരം തെളിവുകൾ ദിലീപിനെതിരായ തെളിവുകൾ അത് നിലനിൽക്കുന്ന തെളിവുകളാണ് എന്ന് കണ്ടെത്താൻ കോടതിക്കായില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ ഈ കേസിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു. നേരത്തെ തന്നെ ഈ നടി പലതവണ ഈ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പല വാദമുഖങ്ങളും നടത്തിയിരുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും നേരത്തെ പല വാദമുഖങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ പലതവണയും ഈ ജഡ്ജിക്കെതിരെ അടക്കം ഹൈക്കോടതിയിൽ പോയ സാഹചര്യത്തിലുമൊക്കെ ആ ഹർജികൾ തള്ളുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ പ്രോസിക്യൂഷൻ ഇതിൽ പരാജയപ്പെട്ടു. പക്ഷേ ഇത് നിലവിൽ ഈ പ്രോസിക്യൂട്ടർ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ഇതിൽ പറയുന്ന ഒരു അന്തിമ വിധിയല്ല. ഇതിന് മുകളിലും കോടതികളുണ്ട്. അപ്പോൾ അപ്പീലുമായി പോകാൻ തന്നെയാണ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനം. അപ്പോൾ അവിടെ ഈ തെളിവുകൾ നിലനിർത്താൻ കൂടുതൽ ശ്രമങ്ങൾ അവർ നടത്തും. അങ്ങനെ മേൽക്കോടതികൾ സമീപിക്കാനാണ് നിലവിൽ നീക്കം. ഏതായാലും നിലവിൽ ഈ വിചാരണ കോടതിയിൽ തെളിവുകൾ ദിലീപിനെതിരായ തെളിവുകൾ അത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദിലീപിനെ കുറ്റമുക്തനാക്കുകയും ചെയ്യുന്നു.